അംബികാവർമ്മയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തുക തന്നെ ചെയ്യും. അമ്മയെയും മകളെയും ഞാൻ ഇല്ലാതെയാക്കും. വിശ്വാസവഞ്ചനയാ, സഹിക്കാൻ പറ്റാത്ത വേദന. തെറ്റ് ചെയ്യാതിരുന്നിട്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നതാ മോളെ ഏറ്റവും വലിയ വേദന. ഈ അമ്മ എന്ന് പറയുന്നത് എന്തൊരു അത്ഭുതമാണമ്മേ. അമ്മയെ പിരിഞ്ഞ് ജീവിക്കുന്ന മക്കളുടെ വേദനയും വലിയ വേദന അല്ലമ്മേ. അത് തന്നെയല്ലേ മോളെ, മക്കളെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഒരമ്മയുടെ വേദനയും. തൂക്കുമരണത്തിന് വിധിക്കപ്പെട്ട് മരണം കാത്തു കിടക്കുന്നവന്റെ വേദനയെക്കാളും ഭയങ്കരവാ മക്കളെ പിരിഞ്ഞ് ജീവിക്കുന്ന ഒരമ്മയുടെ നൊമ്പരം. നീ മിണ്ടരുത്. ഇതുവരെ നീ കണ്ട പാവം പിടിച്ച പത്മാവതി അല്ല ഞാൻ. ഇനിയും കളിച്ചാ കൊന്നുകളയും നിന്നെ ഞാൻ. എന്റെ കുഞ്ഞിനെ പിടിച്ച് വീടിന് പുറത്താക്കാൻ കൂട്ടുനിന്ന നിന്നെ നിന്റെ മകനെയും ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കട്ടെ. കാണണോ നിനക്കത്? അവളെ കൊല്ലാതെ വിട്ടതാ എനിക്ക് പറ്റിയ മണ്ടത്തരം. അമ്മേ, അല്ല ഇനി എന്താ പരിപാടി? പവനായി ശവായെന്നൊക്കെ കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ അത് സംഭവിച്ചതേ ഇപ്പൊ ഇവിടെയാ. മതിയടാ കളിയാക്കിയത്. ഇതിലും വലിയ കൊടുങ്കാറ്റൊക്കെ ഈ അംബികാവർമ്മ കണ്ടിട്ടുണ്ട്. അന്നും ഇന്നും. ഞാനേ മാളത്തിൽ പോയി ഒളിച്ചിട്ടില്ല. പിന്നെയോ പത്മ. അമ്മേ, പണ്ട് നമ്മളിവിടെ പിടിച്ച് ഗോഡൌണിൽ പൂട്ടിയിട്ടപ്പോ ഞാൻ അമ്മയോട് ചോദിച്ചതല്ലേ തട്ടിയേക്കട്ടെ എന്ന്. അന്ന് അവളെ തല്ലിക്കൊന്ന് വല്ല കടലും തള്ളിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി നമുക്ക് വരുമായിരുന്നോ? അന്നിവളെ തല്ലിക്കൊന്ന് കടലിട്ടിരുന്നെങ്കിൽ ഈ പ്രോപ്പർട്ടിയൊക്കെ നമ്മുടെ പേരിലേക്ക് ആരെഴുതി തരുമായിരുന്നടാ? പറയടാ, നിന്റെ അച്ഛൻ വന്ന് ഒപ്പിട്ട് തരൂ. എന്തിനാ അമ്മ എന്റെ അച്ഛനെതിരെ വലിച്ചഴക്കുന്നത്? ആ മഹാന്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ പുകഞ്ഞ് കത്തി നിൽക്കുവാ. അപ്പോ അവൻ പവനായി ശവമായ തമാശയും കൊണ്ട് വന്നിരിക്കുന്നു. അല്ല, കൂടും കുടുക്കൊക്കെ എടുത്ത് ഇവിടുന്ന് പെരുവഴിയിലേക്ക് ഇറങ്ങണമെന്ന് ആലോചിച്ച് ഞാൻ ചോദിച്ചു പോയതാ. ആരിറങ്ങാൻ? നീയും നിന്റെ ഭാര്യയില്ലേ? വേണമെങ്കിൽ ഇറങ്ങിക്കോ. പക്ഷേ ഈ അംബികാവർമ്മ ഇവിടുന്ന് ഇറങ്ങില്ല. അമ്മേ, നാട് നന്നാക്കാൻ മാത്രം അറിയാവുന്ന, വീട് നോക്കാൻ അറിയാത്ത ഒരു മരത്തലയൻ വല്യമ്മാവനാ ഈ വീട്ടിലുള്ളത്. അയാളാണെങ്കിൽ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല. ബാക്കിയുള്ളവരെല്ലാരും കൂടി ഈ വീടിനകത്തൊരു യൂണിയനും തുടങ്ങി. നമ്മളെ പോച്ച് പുറത്ത് ചാടിച്ച എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ച് ഞാൻ ആ വിഷമത്തിലൊന്ന് പറഞ്ഞു പോയതാ. കോലോത്ത തമ്പുരാക്കന്മാരെ വിലസി ജീവിച്ചതാ. ഇനി കണ്ടവന്റെ ഇറയത്ത് പോയി കിടക്കേണ്ടി വരുമോ? നാണം കെട്ടവനെ നിന്ന് മോഹുന്നോടാ. എടാ, ഇതോടോട് ആണത്വം. അമ്മേ, അമ്മയ്ക്ക് വേണ്ടി കണ്ടവന്റെ ഇടിയും ചവിട്ടും കൊണ്ട് എന്റെ പല എല്ലുകളും ഒടിഞ്ഞിരിക്കുക. ഒരംഗത്തിനുള്ള ബാല്യം ഇനി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. നീ അംഗമൊന്നും വെട്ടണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മയെയും മകളെയും ഒരുമിച്ച് ഞാനിവിടുന്ന് പുറത്താക്കും. നീ നോക്കിക്കോ. ദേ അമ്മേ, അമ്മ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും 8 നിലയിൽ പൊട്ടുക. ഇപ്പൊ ഈ കുഴിച്ച കുഴിയൊക്കെ അമ്മ സ്വയം കുഴിച്ചതല്ലേ? പല കുഴികൾ കുഴിക്കുമ്പോഴേ ഒരു കുഴിയില് നമ്മൾ അറിയാതെ കാലൊന്ന് തെറ്റിന്നിരിക്കും. അതൊരു തോൽവിയല്ല. എനിക്ക് ധൈര്യം തരേണ്ടവനാ നീ. നീയേ നിരാശപ്പെടരുത്. അംബികാവർമ്മയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തുക തന്നെ ചെയ്യും. അമ്മയെയും മകളെയും ഞാൻ ഇല്ലാതെയാക്കും.
നീയേ കണ്ടു നിന്നാ മതി. ഇയാളെ മയക്കി വശത്താക്കണം. ഇയാളുടെ സ്നേഹം പരമാവധി പിടിച്ചു പറ്റണം. മാക്സിമം സോപ്പിടണം. വല്യമ്മാവ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദാ വല്യമ്മാവ കോഫി. കുടിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറയാം. അതില് ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല. വല്യമ്മാവിന് ഷുഗർ ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷെ പഞ്ചസാര ഡേഞ്ചറാ. അതാ ഞാൻ തരാത്തത്. വല്യമ്മാവൻ പ്രഷറിന്റെ ടാബ്ലറ്റ് എപ്പോഴാ കഴിക്കുന്നത്? സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഓക്കെ. ഇന്ന് മുതൽ ടാബ്ലറ്റ് മറക്കാതെ ഞാൻ എടുത്തുതരാം. ഏയ് അതൊന്നും വേണ്ട കൂടി, ഞാനെടുത്ത് കഴിച്ചോളാം. പ്രഷറിന്റെ ടാബ്ലറ്റ് കഴിക്കാൻ ഒരു കാരണവശാലും മറന്നു പോകരുത്. അതാ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ എടുത്തു തരാന്ന്. ഇന്ന് മുതൽ വല്യമ്മാവന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഏയ് അതൊന്നും വേണ്ട കൂടി, നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വല്യമ്മാവന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്കറിയാം. എനിക്കത് മനസ്സിലാവും. ഈ ടെൻഷന്റെ ഇടയ്ക്ക് പ്രഷറിന്റെ ഗുളിക കഴിക്കാതിരുന്ന അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും എന്ന് അറിയോ വല്യമ്മാവന്? മെന്റൽ സ്ട്രെസ് കുറയ്ക്കാൻ നടക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ യോഗ. മനസ്സിന് ഏൽക്കുന്ന ചില വിഷമങ്ങളൊന്നും അങ്ങനെ മാറുന്നതല്ല നന്ദനെ. സത്യത്തിൽ ഞാൻ വല്യമ്മാവനെ ആശ്വസിപ്പിക്കാനാ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്ത് ഭീകരമായ ഒരു സിറ്റുവേഷനിൽ കൂടിയാ വല്യമ്മാവനിപ്പോ കടന്നു പോകുന്നേ. വല്യമ്മാവന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്യുമായിരുന്നു. എന്താ അല്ലേ, ഈ ഋതികയുടെ അമ്മയും ഒരേ സ്വഭാവക്കാരാ. ഇവരുടെയൊക്കെ ഒപ്പം എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇയാള് ഞാൻ പറയുന്നതിനെ എതിർത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം തീ മനസ്സിലേക്ക് കടത്തിവിടാം. ഇവർക്കൊക്കെ എന്താ മനുഷ്യരെ മനസ്സിലാവാതെ പോകുന്നേ? വല്യമ്മാവിന്റെ ഈ നന്മയുള്ള മനസ്സ് എന്തുകൊണ്ടാ അവര് കാണാതെ പോകുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ ഓരോ തലവിധി. ശത്രുവായ എന്റെ അച്ഛൻ വരെ വല്യമ്മാവിനെ കുറിച്ച് വ്യക്തിപരമായി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പത്മാവതി അമ്മ വല്യമ്മാവിനോട് ചെയ്ത ചതിയും മറ്റും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്.